സച്ചിൻ പെണ്ണു ചോദിച്ചെത്തിയത് 19-ാം വയസ്സില്. അവൻ ഒരു പ്ലേ ബോയ് ആകുമോ എന്ന് ഞാൻ ഭയന്നു. അഞ്ജലിയെക്കാള് പ്രായവും നീളവും കുറഞ്ഞ പയ്യന്റെ പ്രണയത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ് അഞ്ജലിയുടെ അമ്മ പ്രണയത്തിന് കണ്ണില്ലെന്നും പ്രായം ഒരു പ്രശ്നമല്ലെന്നും വാദിക്കുന്നവർ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ക്രിക്കറ്റ് ദൈവം സച്ചിൻ തെണ്ടുൽക്കറിന്റെ ജീവിതമാണ്. തന്നെക്കാള് 5 വയസ്സ് കൂടുതലുള്ള യുവതിയെ തന്റെ 19-ാമത്തെ വയസ്സില് പ്രണയിക്കുകയും അപ്പോൾ തന്നെ കാമുകിയുടെ വീട്ടിൽ പോയി പെണ്ണു ചോദിക്കുകയും രഹസ്യമായി വിവാഹ നിശ്ചയം നടത്തി വിവാഹപ്രായമാകും വരെ കാത്തിരിക്കുകയും ചെയ്ത താരമാണ് സച്ചിൻ. ഇന്നും സച്ചിൻ അഞ്ജലി ദാമ്പത്യത്തില് അസ്വാരസ്യങ്ങളൊന്നുമില്ലാതെ മുന്നോട്ടു പോകുന്നു. പല താരങ്ങളുടെയും ജീവിതത്തില് സംഭവിക്കുന്ന താളപ്പിഴകള് തനിക്ക് സംഭവിക്കാതെ സച്ചിൻ ജാഗ്രത പാലിച്ചു എന്ന് പറയാം. ഇപ്പോഴിതാ വിവാഹപ്രായമെത്തും മുമ്പ് തന്നെക്കാള് 5 വയസ്സിന് മൂത്ത കാമുകിയെ പെണ്ണു ചോദിച്ചെത്തിയ സച്ചിനെ കുറിച്ച് അഞ്ജലിയുടെ അമ്മ അന്നബെല മേത്തയുടെ തുറന്നു പറച്ചിലാണ് ചർച്ചയാകുന്നത്. അടുത്തിടെയാണ് മൈ പാസേജ് ടു ഇന്ത്യ എന്ന പേരില് അന്നബെല മേത്ത ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ബ്രിട്ടീഷുകാരിയായ താൻ 1950-കളില് പ്രണയത്തിനു വേണ്ടി നടത്തിയ യാത്രയെപ്പറ്റിയാണ് പുസ്തകം വിവരിക്കുന്നത്. സച്ചിനെയും അഞ്ജലിയെയും പറ്റിയുള്ള ചില വെളിപ്പെടുത്തലുകളും പുസ്തകത്തിലുണ്ട്. അക്കൂട്ടത്തിലാണ് വിവാഹപ്രായം എത്താത്ത പയ്യൻ തന്റെ വീട്ടില് പെണ്ണു ചോദിച്ചെത്തിയതും അന്ന് തനിക്കുണ്ടായ ആശയക്കുഴപ്പങ്ങളുമെല്ലാം അന്നബെല മേത്ത വിവരിക്കുന്നത്. ആദ്യ കാഴ്ചയില് തന്നെ സച്ചിൻ അഞ്ജലിയുമായി പ്രണയത്തിലായി. അഞ്ജലിയും സച്ചിനും പരിചയപ്പെടുകയും അടുക്കുകയും ചെയ്ത ശേഷം മാതാപിതാക്കളോട് വിവാഹത്തിന് സമ്മതമാണോ എന്ന് ചോദിക്കാൻ സച്ചിൻ ആവശ്യപ്പെട്ടു. തുടർന്ന് സച്ചിന്റെ മൂത്ത സഹോദരൻ അജിത് കുടുംബാംഗങ്ങള് തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കി. സച്ചിന്റെ മാതാപിതാക്കളായ രജനിക്കും രമേശ് തെണ്ടുൽക്കറിനും വിവാഹത്തിന് സമ്മതമായിരുന്നു. പക്ഷേ പ്രായം കുറഞ്ഞ ഒരു സ്വീറ്റ് ബോയ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ക്രിക്കറ്റർക്ക് പ്രായത്തില് മൂത്ത മകളെ വിവാഹം ചെയ്തു നൽകാൻ അന്നബെല്ലിന് മനസ്സുണ്ടായിരുന്നില്ല. ഇന്ത്യയില് അതിനകം നിറഞ്ഞു നിന്നിരുന്ന സച്ചിന് മകളുടെ കൈപിടിച്ചു കൊടുക്കാൻ ആനന്ദിന് വലിയ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വിവാഹം ആലോചിക്കാനെത്തിയ സച്ചിനോട് തനിയെ സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ചെറുപ്രായത്തിലുള്ള ആ പയ്യനെ കണ്ടപ്പോൾ മനോഹരനായി തോന്നി. അഞ്ജലി ഞങ്ങളുടെ ഒരേയൊരു വിലപ്പെട്ട മകളാണെന്ന് ഞാൻ അവനോട് പറഞ്ഞു. 2ാമത്തെ മകളെ നഷ്ടപ്പെട്ടതിനാല് അത്രയും വിലപ്പെട്ടതാണ് അവളെന്നും. ഈ കൊച്ചുപയ്യൻ ആ പ്രായത്തിലുള്ള മറ്റ് ക്രിക്കറ്റർമാരെ പോലെ ഒരു പ്ലേ ബോയ് ആയിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു. ഇംഗ്ലണ്ടില് ഡേവിഡ് ബെക്കാമിനെ പോലെയായിരുന്നു 90-കളില് സച്ചിൻ ഇന്ത്യയില്. എന്റെ മകളെപ്പറ്റി എന്താണ് കരുതുന്നതെന്ന് അവന്റെ കണ്ണില് നോക്കി എനിക്ക് ചോദിക്കണമായിരുന്നു. അവർ പറയുന്നു, ഞങ്ങൾക്ക് വിവാഹം കഴിക്കണം. ഇതായിരുന്നു സച്ചിന്റെ വാക്കുകള്. അഞ്ജലി പൊക്കമുള്ള ഇരുണ്ട നിറമുള്ള സുന്ദരനായ ഒരാളെ വിവാഹം ചെയ്യുന്നതായിരുന്നു ഞാനെപ്പോഴും സങ്കല്പിച്ചിരുന്നത്. സച്ചിൻ ഇരുണ്ട നിറക്കാരനും സുന്ദരനുമാണ്. പക്ഷേ 19-ാം വയസ്സിലും അവനൊരു പയ്യനായിരുന്നു. ചൈറുതമായിരുന്നു. അഞ്ജലിയേക്കാൾ അല്പം ചെറുത്. സച്ചിന്റെ മുടി കാരണം അല്പം കൂടി പൊക്കം തോന്നിച്ചു. പക്ഷേ അഞ്ജലിക്ക് ഇഷ്ടമുള്ള ഹൈ ഹീൽസ് ധരിക്കുമ്പോൾ ചേർച്ച ഉണ്ടാവില്ല. ഗൗരവത്തോടെയാണ് താൻ ഈ ബന്ധം കാണുന്നതെന്ന് പ്രണയത്തിന്റെ തുടക്കത്തില് തന്നെ സച്ചിൻ പറഞ്ഞതായി അഞ്ജലി എന്നോട് പറഞ്ഞിരുന്നു. അവളാണ് അദ്ദേഹത്തിന്റെ ആദ്യ ഗേൾഫ്രണ്ടെന്നും അന്നബെല മേത്ത പറയുന്നു. സച്ചിന്റെ പ്രസിദ്ധിയും അതുമായി ബന്ധപ്പെട്ട് വന്നേക്കാവുന്ന അബദ്ധങ്ങളെയും പറ്റി അന്നബെല്ലിന് തുടക്കത്തിൽ ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നു. പക്ഷേ മകളോടുള്ള അവന്റെ ഇഷ്ടം കണ്ട് അവർ മുന്നോട്ടു പോയി. വിവാഹ നിശ്ചയം രഹസ്യമാക്കി വെക്കാനായിരുന്നു അഞ്ജലിക്കും സച്ചിനും താല്പര്യം. സച്ചിന് 21 വയസ്സാകും വരെയും അഞ്ജലി മെഡിക്കല് ബിരുദം നേടുന്നതുവരെയും നിശ്ചയം നീട്ടിവെച്ചു. ഈ കാലയളവില് അന്നബെല്ലിന്റെ വീട്ടില് ഇടയ്ക്കിടെ സച്ചിൻ എത്തുമായിരുന്നു. പക്ഷേ അധികം ആരും പോക്കുവരവ് ശ്രദ്ധിച്ചിരുന്നില്ല. സച്ചിന്റെ 21-ാം ജന്മദിനമായ 1994 ഏപ്രിൽ 24-ന് ബന്ധുക്കൾക്ക് ചെറിയൊരു വിരുന്നൊരുക്കി വിവാഹ നിശ്ചയം പ്രഖ്യാപിച്ചു. ഔപചാരിക പത്രക്കുറിപ്പും നൽകി. അഞ്ജലിയുടെ കോളേജ് കാലഘട്ടത്തിലെ പ്രതിച്ഛായയും സച്ചിൻ വളരെ ചെറുപ്പമാണെന്ന കാര്യവും മുമ്പ് പ്രണയാതുരമായി ഇടപഴകിയിട്ടില്ലെന്നതുമൊക്കെ പിന്നീട് മാധ്യമങ്ങള് വലിയ രീതിയിൽ ചർച്ച ചെയ്തു. പ്രത്യേകിച്ചും അഞ്ജലിക്ക് സച്ചിനേക്കാള് ഏകദേശം 5 വർഷത്തെ മൂപ്പുണ്ടെന്നത് അന്നബെല മേത്ത പുസ്തകത്തില് പറയുന്നു. 1940-ലെ ഇംഗ്ലണ്ടിലാണ് അന്നബെല ജനിച്ചത്. കോളേജ് പഠനകാലത്ത് ആനന്ദ് മേത്ത എന്ന ഇന്ത്യക്കാരനെ പരിചയപ്പെടുകയും പ്രണയത്തിലാവുകയും ചെയ്തു. ആനന്ദുമായുള്ള പ്രണയ സാഫല്യത്തിനായി ബ്രിട്ടനിൽ നിന്ന് അവർ മുംബൈയിലേക്ക് വന്നു. അവിടെ വെച്ച് വിവാഹം. മുംബൈയിലെ കുട്ടികൾക്കു വേണ്ടി അപ്നാലയ എന്ന പേരില് സന്നദ്ധ സംഘടന നടത്തി പ്രസിദ്ധിയായിരുന്നു അവർ.